ആന വരുന്ന കാട്ടിന്ന് വരും. പ്ലാന്റേഷനിൽ തന്നെയാണ്. ആന ഒന്നിപ്പോൾ സെറ്റിൽ ചെയ്യണം. ഇവിടെ ആരും ഒരു ഒന്നും ഉപദ്രവമില്ല അവർക്ക്. അതെ അതെ. രാവിലെ ജോലിക്ക് പോകാൻ വഴിക്ക് ഞങ്ങള് ബൈക്കുമ്പോൾ യാത്ര ചെയ്തിട്ടിരിക്കുമ്പോ ഒരു മ്ലാവും വട്ടം ചാടി. പിന്നെ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയില്ല. രാവിലെ എത്ര മണിയായപ്പോൾ? രാവിലെ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അത്ര നേരത്തെ പോകൂല? അത് നേരത്തെ പോകും. ഒരുവിധം കൃഷിക്കാരെല്ലാവരും അവസാനിപ്പിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വാഴയായാലും കൊലച്ച് പകുതിയാവും വന്ന സമയത്താണ് ഈ ആന വന്ന് കളയുന്നത്. നമുക്കൊരു പ്രതീക്ഷയില്ലാണ്ടാണ് ഒരു രാത്രിക്ക് ഒറ്റ രാത്രി കൊണ്ട് പ്രദേശം മൊത്തം വെടിപ്പാക്കുക. ഒരു കൂട്ടം ആനയാണ് പറഞ്ഞത്. ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പന്നി, മാന്, മയില്, ആന ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ഈ ദേശവാസികളുടെ ഇടയിലേക്ക് വന്നിട്ട് എല്ലാം നശിപ്പിച്ചു കളയാണ്. പരിക്ക് കയ്യിലെ ഷോള് എല്ലൊക്കെ വിട്ടു, ആകെ ഒടിഞ്ഞു നുറുങ്ങി. അതിന് മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ വിജയിച്ചില്ല. ടാപ്പിങ്ങിന് ഇറങ്ങുന്നവർക്കാണെങ്കിലും അടുത്തൊരാൾ ഇവിടെ ടാപ്പിങ്ങാർ ഓടിക്കല്ലേ. ഇപ്പം പണ്ട് രാത്രി പോയി ടാപ്പ് ചെയ്തോണ്ടിരുന്ന ഇപ്പം വെളുപ്പിന് പോണില്ല. ചിലപ്പം ഓടിക്കുമ്പോൾ ഓടിപ്പോറേണ്ടി വരും. ഈ റബ്ബറിന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ട് സായിപ്പുമാര് റബ്ബർ തേക്ക് വെച്ച് പിടിപ്പിച്ചത്. 2 കൊല്ലത്തിന് ശേഷം 3-4 പേര് മരിച്ചിട്ടുണ്ട്. അവിടെ ആന 2 പേര് ചവിട്ടി പോകുന്നുണ്ട് ഈ 2 കൊല്ലത്തിനിടയ്ക്ക്. 2 കൊല്ലത്തിനിടയ്ക്ക്. നമസ്കാരം, ഞാൻ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ നമുക്കറിയാം, നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത് വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ കുറേ കാലങ്ങളായിട്ട് തൃശ്ശൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ വലിയ രീതിയിൽ വന്യമൃഗ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് തൃശ്ശൂരൊക്കെ. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിനി വരുന്ന കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് തുടങ്ങുവാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ തന്നെയാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. കറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചെല്ലുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ അതിരപ്പള്ളി, ചൊക്കന, വരന്തരപ്പള്ളി അങ്ങനെ പല പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും. അവിടെയുള്ള വന്യമൃഗ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെയൊക്കെ നേരിട്ട് കാണുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വീട്ടിലെ ചേട്ടന് മാനിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് കിടപ്പിലാണ്. അപ്പോൾ ആ ചേട്ടനാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ചേട്ടനാണ് ഇവിടെ ഉള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ ചേട്ടാ? എൻ്റെ പേര് പങ്കജാക്ഷൻ. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയാമോ? ഞാനും വൈഫും കൂടി രാവിലെ ജോലിക്ക് പോകുമ്പോൾ. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞങ്ങൾ ടാപ്പിങ് എസ്റ്റേറ്റിലാണ്. ഹാരിസൺ മലയാളത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. രാവിലെ ജോലിക്ക് പോകുമ്പോഴേക്ക് ഞങ്ങള് ബൈക്കുമ്പോൾ യാത്ര ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരു മ്ലാവും വട്ടം ചാടി. പിന്നെ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയില്ല. രാവിലെ എത്ര മണിയായപ്പോൾ? രാവിലെ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അത്ര നേരത്തെ പോകൂല? അത് നേരത്തെ പോകും. അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ മാന്റെ അവിടെ മൃഗങ്ങളുടെ ശല്യം കൂടുതലുള്ള ഏരിയയാണ്. ആനയൊക്കെ ഉണ്ടല്ലേ? ആനയുണ്ട്, പുലിയും ഒക്കെ ഉണ്ടല്ലേ. നിങ്ങളപ്പോ ടാപ്പ് ചെയ്യാൻ പോകുന്ന ഈ പറമ്പിലൊക്കെ ഉണ്ടാകാറുണ്ട്? അവിടെയൊക്കെ ആന കാണാറുണ്ടല്ലേ. ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ശരിക്കും? ശരിക്കും ഞങ്ങൾക്കിത് പറ്റിയത് ഇഞ്ചക്കുണ്ട് പോകണല്ലേ. എന്നിട്ട് എന്താ പരിക്ക് എങ്ങനെയാ? പരിക്ക് കയ്യിലെ ഷോള് എല്ലൊക്കെ വിട്ടു, ആകെ ഒടിഞ്ഞു നുറുങ്ങി. അതിന് മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ വിജയിച്ചില്ല. കാരണം കാലുമേന്ന് എല്ലെടുത്തിട്ടാണ് ഇവിടെ വെച്ചത്. അത് കുറെ നാള് എല്ലെടുത്ത് വെച്ചത്. അത് വിജയിച്ചില്ല, അത് കൂടിയിട്ടുണ്ടായില്ല. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് എറണാകുളം ഡിസി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അവിടെ ചെന്ന് രണ്ടാമത് ചെയ്തു ഓപ്പറേഷൻ. അപ്പൊ ആ ചെയ്തുകൊണ്ടിരിച്ചിട്ട് ഇപ്പൊ 10 ദിവസമായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കണ. എന്തെങ്കിലും നഷ്ടപരിഹാരമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല. അപേക്ഷ കൊടുത്തായിരുന്നോ? ഇല്ല. അവിടെ ഫോറസ്റ്റിലൊക്കെ അന്വേഷിച്ചപ്പോ പറഞ്ഞൊരു ബില്ലൊക്കെ കൊണ്ടുവന്ന കാശ് തരാം, പെട്ടെന്നൊന്നും കിട്ടില്ല, പിന്നെ വൈകും, ബില്ലൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ജോലിക്ക് പോയിട്ട് 10 മാസമായി. ഫെബ്രുവരി 15-ാം തീയതി പറ്റിയ. ഈ ഇതുപോലെ ആനയൊക്കെ ഉള്ള പ്രദേശത്ത് ഈ ടാപ്പിങ്ങിന് പോകുമ്പോ എന്തെങ്കിലും ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന പല ദിവസം ഞങ്ങള് വഴിയിലൊക്കെ വെച്ച് ആനനെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്. ആണല്ലേ? വഴി മാറിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ കണ്ടല്ലേ? ഭയങ്കര റിസ്ക് എടുത്ത ഇതാണ് ജോലി. അവിടെ ഈ ഇതുപോലെ ടാപ്പിങ്ങിന് പോകുന്ന ഒത്തിരി ആളുകളുണ്ടല്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിൽ ഒത്തിരി ഉണ്ടോ ഈ റബ്ബർ തോട്ടം? നാട്ടുമ്പുറത്തുനിന്ന് വെച്ചപ്പോ ഔട്ട് സൈഡിൽ നിന്ന് അധികം ആൾക്കാരില്ല. അത് ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാരുള്ളൂ. പിന്നെ എസ്റ്റേറ്റിന്റെ ഉള്ളില് പാടി റൂമും മറ്റേ ഇതൊക്കെ ഉണ്ട്. അവിടെ താമസം എല്ലാവരും, കൂടുതൽ ആളുകൾ.
അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ബൈക്കുമ്പോൾ യാത്ര 10 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ട്. ചേട്ടാ പിന്നെ അവിടെ ഈ തോട്ടത്തിൽ തന്നെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അങ്ങനെ പരിക്കുപറ്റുന്ന വേറെ ഉണ്ടായിട്ടുണ്ട്. 2 കൊല്ലത്തിന് ശേഷം 3-4 പേര് മരിച്ചിട്ടുണ്ട് അവിടെ. ആന 2 പേര് ചവിട്ടി പോകുന്നുണ്ട് ഈ 2 കൊല്ലത്തിനിടയ്ക്ക്. 2 കൊല്ലത്തിനിടയ്ക്ക് അവിടെ ഒരു ഉണ്ണിച്ചക്കെന്ന് പറഞ്ഞൊരു ആളെ കൊന്നുണ്ട് ചവിട്ടി. പിന്നെ എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് വരുന്ന ചുങ്കാലെന്ന് വരുന്നൊരു പീതാംബരം എന്ന് പറഞ്ഞ ഒരാൾ ജോലിക്ക് വരികയായിരുന്നു സൈക്കിളുമ്മ. അയാൾ എസ്റ്റേറ്റിൽ വെച്ച് ആന തട്ടി ചവിട്ടി ആളെ കുത്തി ആളും മരിച്ചിട്ടുണ്ട്. പിന്നെ കുണ്ടായിൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്യണ ഒരു സജിത്ത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ആന ചവിട്ടി കാലിൻ്റെ എല്ലാം പൊടിഞ്ഞ് ഉണ്ട്. അങ്ങനെ കുറേ നിരവധി പേർക്ക് ഉള്ള മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടുണ്ടല്ലേ. ഇത്രയും ഉണ്ടായാലും ഈ നിങ്ങളുടെ ഈ പ്ലാന്റേഷൻ ഓണേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക്? അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. അവരൊന്നും പറയൂല. അല്ലേ, അവർക്ക് ജോലി നടന്നാൽ മതി. അതെ അതെ അതെ. ഒരാൾ പോയാൽ അടുത്ത ആൾ വരും, അത്രേ ഉള്ളൂ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് തോമസ്. ഈ പ്രദേശവാസിയാ അല്ലേ? പ്രദേശവാസിയാണ്. എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മൃഗങ്ങളുടെ ശല്യങ്ങൾ കൊണ്ടും ഫോറസ്റ്റുകാരുടെ ശല്യം കൊണ്ടും ഒക്കെ ഒരു കൃഷി സാധനങ്ങളും ഇവിടെ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. പിന്നെ തൊഴിലാളികളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പന്നി, മാന്, മയില്, ആന ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ഈ ദേശവാസികളുടെ ഇടയിലേക്ക് വന്നിട്ട് എല്ലാം നശിപ്പിച്ച് കളയാണ്. കൃഷികൾ മുഴുവൻ നശിപ്പിച്ച് കളയാണ്. അപ്പോൾ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് കർഷകൻ്റെ കാര്യം. വളരെ കഷ്ടത്തിലാണ് ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും പട്ടയ ഭൂമികളാണ് മുഴുവൻ. ഫോറസ്റ്റ് ഭൂമികളായിരുന്നു, പക്ഷെ പട്ടയം കിട്ടിയിട്ടുള്ള എല്ലേ പട്ടയാണെന്നാണ് പറയുന്നത്. ആണല്ലേ. നിങ്ങൾക്ക് അവകാശമുള്ളതാണ്. സ്ഥലത്തിന് അവകാശമുണ്ട്. പിന്നെ ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിറകിന് പോലും ഒരു പാഴ്മരം പോലും മുറിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ അതിന് തടസ്സം ഉണ്ടാക്കുന്നു, കേസ് എടുക്കും. എന്താ തടസ്സം പറയുന്നത്? അവര് പറഞ്ഞത് ഇതൊക്കെ ഫോറസ്റ്റ് ഭൂമി, മരം മുറിക്കാൻ പറ്റില്ല എന്ന്. എല്ലാ പട്ടയത്തിലും മരങ്ങളൊന്നും മുറിക്കാൻ പറ്റില്ല. അത് അവിടെ മുളച്ചു വന്നാണ്. ഈ പട്ടയം കിട്ടിയതിന് ശേഷം മുളച്ചു വന്നിട്ടുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം നമുക്കൊരു വിറകിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി ഒരു വട്ട പോലും മുറിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഫോറസ്റ്റുകാരുടെ ശല്യം കാരണം. ആനയൊക്കെ നിരന്തരം ഇറങ്ങുന്നുണ്ട്. ആന നിരന്തരം ഇറങ്ങും. ഈ തോട്ടത്തിൽ പോയി നിരന്തരം ആന കൂട്ടങ്ങളാണ്. ഈ അവിടെ ഇപ്പൊ ഇവിടെയുള്ള ഈ പള്ളിയുടെ ഒരു കപ്പേള എവിടെയുണ്ട്, അവിടെ ആഴ്ചയിൽ കുർബാനയൊക്കെ ഉള്ളതാണ്. അവിടേക്ക് പോലും പോകാൻ പറ്റില്ല ഇപ്പൊ ആൾക്കാർക്ക്. ഈ വൈകുന്നേരം തിരിച്ചു വരുമ്പോ ആനയുടെ ശല്യമുണ്ട്. അത് കാരണം ആൾക്കാർ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശം. നമ്മളിപ്പോൾ ഉള്ളത് ഇഞ്ചക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതൊക്കെ ജനവാസ മേഖല തന്നെയാണ്, പക്ഷേ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. പക്ഷേ നിരന്തരം കാട്ടാന പ്രശ്നമുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ ഇച്ചിരി മുന്നേ ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ ഇതുപോലെ തന്നെ മാനിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് കിടക്കുന്നതാണ്. ഇതുപോലെ കൃഷി നഷ്ടപ്പെട്ട ആളുകളും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സണ്ണി. ഈ സ്ഥലം ഇഞ്ചക്കുണ്ട് അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെ? ഇവിടെ മൃഗങ്ങളെ കൊണ്ടും പിന്നെ നിയമങ്ങളെല്ലാം ഭയങ്കര വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. മരം മുറിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. 10-70 വർഷമായിട്ട് പട്ടം കിട്ടിയ ഭൂമിയാണ്. മരങ്ങളൊന്നും മുറിക്കാൻ പാടില്ല. പിന്നെ അന്നത്തെ കാര്യം കൂടുതലും മൃഗങ്ങൾ ഇന്ന് ഭയങ്കര ശല്യമായി. ബുദ്ധിമുട്ടായി. ഇപ്പം എല്ലാ ദിവസവും എന്ന് പറയുന്നത് ആന ഇറങ്ങുന്നുണ്ടോ? എല്ലാ ദിവസവും ഇല്ല. എന്നാൽ ആന ഇറങ്ങുമ്പോൾ ഒരിറക്കം ഇറങ്ങി കഴിഞ്ഞാൽ അവന് 6 മാസത്തേക്ക് തീർത്തിട്ടാണ് പോണത്. ആണല്ലേ. കൂടുതലായിട്ട് എന്തൊക്കെയാണ് ഇവിടെ? കൂടുതൽ വാഴ, തെങ്ങ്, കവുങ്ങ്. ഈ അടുത്ത് എന്നാ അവസാനം വന്നത്? അടുത്ത് ഒരു മാസം മുമ്പ് ഇറങ്ങിയല്ലേ. റബ്ബർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇവിടെ? റബ്ബറൊക്കെ ഉണ്ട്. റബ്ബർ തൈകൾ ഒരു ഒടിച്ചു കളഞ്ഞല്ലേ. വാഴയൊക്കെ ഒടിച്ചു കളഞ്ഞ് മുഴുവൻ തളുത്ത് കയറിയില്ല ഇപ്പം. ആണല്ലേ. കോഴി ഫാം മാത്രമേ രക്ഷയുള്ളൂ അല്ലേ? കോഴി ഫാമും നിവൃത്തിയില്ലാണ്ട് ചെയ്യുന്നുണ്ടല്ലോ. രക്ഷയല്ലേ, നിവൃത്തിയില്ലാണ്ട് ചെയ്യുന്നതല്ലേ. അതെ അതെ അതെ. ആണെന്ന് മൊത്തം കോഴി ഫാമുകളാട്ടോ. വേറെ എല്ലാ കൃഷിയും പരാജയപ്പെട്ട് കഴിയുമ്പോൾ ആളുകൾ കോഴി ഫാമിലേക്കൊക്കെ കോഴി കൃഷി ചെയ്യാൻ ഇങ്ങോട്ടാ ഇതിലാണ് കയറി. ഇതിൽ ഇതൊക്കെ അന്ന് വന്ന് പൊടിച്ചാലോ? പൊടിച്ചിട്ടുണ്ട്. അതിൻ്റെ കന്ന് മുളച്ചു വന്നിട്ട് ആനപ്പിണ്ണം കിടക്കുന്നുണ്ട്. അതെ അതെ അതെ. ഇവിടെയൊക്കെ നിറച്ചാണ്ട് ആനപ്പിണ്ണുണ്ടായിരുന്നു. ഇതൊക്കെ അന്ന് പൊടിച്ചാണ് ഇതിൻ്റെ കന്ന് മുളച്ചു വന്നത്. അത് ഈ തല മുഴുവൻ കണ്ട്. ഇത് മുഴുവൻ മുളന്തേ പോയി നിൽക്കുന്നതാണ്. കുറച്ച് ആയതുകൊണ്ടല്ലേ. ഇതൊക്കെ ഒടിച്ചതിൻ്റെ തല. പിന്നെ ഇതിൻ്റെ മുകളിലും അതേപോലെ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. ഈ വാഴത്തോട്ടം മൊത്തം കളഞ്ഞായിരുന്നു? ഇത് മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് മുഴുവൻ മൊത്തം കളഞ്ഞതാണ്. മൊത്തം കളഞ്ഞ അതിനുശേഷം വന്നാലേ? ഒരു 1-1.5-2 മാസം മുമ്പ് വന്നപ്പോൾ കണ്ട റബ്ബർ തൈ കുടിച്ചത് കണ്ട ഒക്കെ തളുത്തായിരുന്നു. ഇതുവരെ ഇങ്ങനെ തൈ ഉണ്ടായിരുന്നായിരുന്നു. അത് മയിൽ നിന്നേക്കുന്നേ?
മുഴക്കോന മയിൽ തന്നെ ഉണ്ടോ? ഇത്ര വലിപ്പമുണ്ടായിരുന്നല്ലേ? ഇതാണ് ഇതാണ് ഒറ്റ നേരെ തൈകളെ ഇതൊക്കെ കളഞ്ഞതാണ് മഴ. റബ്ബർ തൈയൊക്കെ കളഞ്ഞാലേ? ഇവിടെ ഉണ്ട്, ഇവിടെ ആനപ്പിണ്ട കിടപ്പുണ്ട്. ഇത് ആനപ്പിണ്ടാണ് കിടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 1 മാസം കഴിഞ്ഞല്ലോ. അന്ന് പിന്നെ ആ ഫോട്ടോയിൽ ഇഷ്ടം പോലെ ആനപ്പിണ്ടം കാണാൻ, വാഴ മുഴുവൻ തകർന്ന് ഫെൻസിങ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അതൊരു മരം മറിച്ചിട്ട് കയറി വരികയല്ലേ. ഇവിടുന്ന് മുകളിലേക്ക് മുഴുവൻ ഇങ്ങനെ വാഴയായിരുന്നു, റബ്ബർ. പിന്നെ ഇപ്പൊ നോക്കാം, മുമ്പും ഇവിടെ വാഴയായിരുന്നു. ആ വാഴ മൊത്തം കൊലച്ച വാഴ വെട്ടിക്കളഞ്ഞു. കൊലച്ച വാഴ വെട്ടിക്കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഒരു പ്രാവശ്യവും ഇവിടെ ഇറങ്ങുന്നില്ല. ഇറങ്ങുന്നില്ല. ആ സമയമായ പിന്നെ വെട്ടിക്കളഞ്ഞു. ഇപ്പൊ 1 വർഷമായിട്ട് വരവില്ലായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ചെയ്തതാ. ഇനി വരില്ല, മറ്റേ ഫോറസ്റ്റുകാരൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഈ റബ്ബർ തൈയുടെ വലുപ്പം, ഈ റബ്ബർ തൈനെ മൊത്തം എടുത്ത് കാണിച്ചു. ഈ തൈയുടെ വലുപ്പം ഉണ്ടായിരുന്ന തൈക്കളാണ് ഈ മുഴുവൻ ഒടിച്ചു കളഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്നത് മൊത്തം കളഞ്ഞു. ഇവിടെ ഒന്നും ഇനി ബാക്കിയില്ല. അന്ന് വരാണെങ്കിൽ കറക്റ്റ് അതിന്റെ ഫോട്ടോ ഉണ്ടല്ലേ? ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഫോട്ടോ അതിൻ്റെ അകത്ത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി മുകളിലേക്ക് വീടുകളുണ്ടോ? മുകളിലേക്ക് അവിടെ തെങ്ങ് കളഞ്ഞൊക്കെ അവിടെ മരിച്ചേച്ചിട്ടാണ് കാണിച്ചു. ഇവിടെ മരിച്ചേച്ചിട്ടാണ് കാണിച്ചു കൊടുക്കാം. അല്ലേ? ഫോറസ്റ്റ് ഈ ഭാഗത്തേക്കാ താഴേക്കാ? ഇങ്ങോട്ടാ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാലേ ഇവിടെ കുറച്ചടേ ഫോറസ്റ്റ് ഉള്ളൂ. അതിന് അപ്പുറം ഹാരിസന്റെ തോട്ടാണ്. ഇവിടെ കുറച്ചടേ ഉള്ളൂ, ഒരു 10-100 ഏക്കർ ഉള്ളു. അന്ന് പഴയത്തെ ഇംഗ്ലീഷുകാർ ഒന്ന് ഫോറസ്റ്റ് റബ്ബർ വെച്ച് പിടിച്ചോ. അവരെ സംരക്ഷണത്തിന് വെച്ചത് റിസർവ് വനമല്ല, ശരിക്കും വനമല്ല. അവര് അതിന്റെ സംരക്ഷണത്തിന് കുറച്ച് തേക്ക് വെച്ചു. ആ തേക്കാണ് 100 വർഷം പോയി. ഇവിടെയൊക്കെ തേക്കായിരുന്നു, അതേപോലെ താഴെ വന്നില്ലേ. കാരണം അവരൊന്ന് വെട്ടിത്തെളിച്ചത് 100 വർഷം പോയി വെട്ടിത്തെളിച്ചെടുത്തത്. അല്ല, വനമല്ല ഇത്. ഈ റബ്ബറിന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ട് സായിപ്പുമാര് റബ്ബർ തേക്ക് വെച്ച് പിടിപ്പിച്ചത്. ആന വരുന്ന കാട്ടിന്ന് പ്ലാന്റേഷനിൽ തന്നെയാണ്. ആന വന്നിപ്പോ സെറ്റിൽ ചെയ്യണം. ഇവിടെ ആരും ഒരു ഉപദ്രവമില്ല അവർക്ക്. ആനമൃഗമൊക്കെ ഇവിടുന്ന് ഇനി ഒത്തിരി പേര് ഒഴിവായി പോയല്ലേ? ഇപ്പൊ ഒരു വീട് കെട്ടില്ല, ആ വീട്ടിൽ നിന്ന് ആൾ ഒഴിവായി പോയതാ. രക്ഷിട്ടുണ്ട്. അവര് മാത്രമേ ഉള്ളൂ. ആണല്ലേ? ശരിക്കും ഇവിടുന്ന് റിസർവ് ഫോറസ്റ്റിലേക്ക് പോകണമെങ്കിൽ എത്ര? ഇവിടുന്ന് വനത്തിലേക്ക് ഒരു 8-9 കിലോമീറ്റർ അകലെയാണ് വനം. അതിന് ഇപ്പോഴേ പ്ലാന്റേഷൻ റബ്ബർ തോട്ടം ഉണ്ട്. അത് ചെറിയൊരു ഫോറസ്റ്റ്, ചെറിയത് ഒരു റിസർവ് വനമായിട്ട് മാത്രം. ഇതിവിടെയാണ് ആന വന്ന് കൂടുന്നത്. ആ വനത്തിലേക്ക് ഓടിച്ചു വിട്ടാൽ ആനയ്ക്ക് ശല്യം കുറവുണ്ട്. പക്ഷേ ഓടിച്ചു വിടുന്നല്ലോ പ്ലാന്റേഷനിലേക്ക് ആന നിൽക്കുന്നു. അവരും കൂടെ ഇറങ്ങുന്ന ഉപദ്രവമൊന്നും അവർക്കില്ല. സുഖമായിട്ട് മേയം. അതെ അതെ. അതുകൊണ്ട് ആൾക്കാർ ഇവിടെ നിന്ന് എല്ലാം വിട്ടുവിട്ട് പോവാണ്. ടാപ്പിങ്ങിന് ഇറങ്ങുന്നവർക്കാണെങ്കിലും അടുത്തൊരാൾ ഇവിടെ ടാപ്പിങ്ങാരെ ഓടിക്കല്ലേ. ഇപ്പം പണ്ട് രാത്രി പോയി ടാപ്പ് ചെയ്തോണ്ടിരുന്ന ഇപ്പം വെളുപ്പിന് പോകണില്ല. ചിലപ്പം ഓടിക്കുമ്പോൾ ഓടി പറഞ്ഞിട്ട് വരും. ആനയില്ലെങ്കിൽ വെട്ട് നടക്കില്ലല്ലോ. നമുക്കിവിടെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഓരോ ആളുകളുടെ പറമ്പാണ് കേട്ടോ. പറമ്പാണ്, അല്ലെങ്കിൽ ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ആളുകൾ ഉപേക്ഷിച്ച് പോയി കേട്ടോ. വീടുകൾ പലതും കാര്യമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണ്. കോഴി ഫാമും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. മറ്റ് കൃഷികളൊന്നും ഇപ്പം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. റബ്ബർ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും മഴ ചെയ്താലും ആ സമയമാകുമ്പോഴത്തേക്കും ആന വന്ന് കളയും. അത്യാവശ്യം നല്ല രീതിയിലുള്ള തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. റബ്ബർ വെട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആളുകൾ ഒഴിഞ്ഞു പോയി എന്നാണ്. വീട് ഇപ്പോൾ ഉപയോഗിക്കാണ്ട് കിടക്കുക ആനശല്യം ഉള്ളതുകൊണ്ടെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളില്ലാതെ ഒന്നും അറിയാൻ പറ്റില്ല. അതുപോലെ കിടക്കാം കേട്ടോ. കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ? ഒരു കാലത്ത് നല്ല പ്രതാപത്തിലൊക്കെ കഴിഞ്ഞിരുന്ന വീടൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. വീടുകളൊക്കെ നോക്കി കാട് പിടിച്ച്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല കേട്ടോ. ഇതേപോലെയാണ്. ഒരു ഒഴിവായി പോയി കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പുറത്തെ വീട് പോലെ തന്നെയാ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോസ് എന്നാണ്. നമ്മളിപ്പോൾ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ്. ഒരു സ്ഥിര താമസക്കാരനാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ പരിസരവും അതുപോലെ ഇപ്പോൾ ഈ പറമ്പിൽ നമ്മളിപ്പോൾ കുറേ വാഴകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വേറൊരാളാണ് വെച്ചിരുന്നത് വാഴ. അദ്ദേഹത്തിന് ആ വാഴക്കുലയും കൊണ്ട് ഒരു ഉപകാരം കിട്ടാണ്ടായപ്പോൾ ലാസ്റ്റ് അയാൾ നിർത്തിപ്പോയി. ഇവിടെ ആന വന്നിട്ട്
ഇവിടെ ഈ താഴത്ത് 3-4 തെങ്ങുണ്ടായിരുന്നു. പിന്നെ ദേ ഇപ്പൊ ഈ വീടിന്റെ ഇപ്പുറത്ത് ഒരു തെങ്ങുണ്ടായിരുന്നു. ഇതൊക്കെ ആ ഇതിനപ്പുറത്ത് ആ തെങ്ങുകളൊക്കെ അപ്പോ ഇവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു ശല്യാണ്. ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് സ്ഥിരമായിട്ട് ആന വരുന്നത്. ഈ വീടുകളൊക്കെ ഇപ്പൊ ഇവിടെ ഈ വീട്ടിലെ ആളും താമസം മാറിപ്പോയി, ആ വീട്ടിലെ ആൾക്കാരും താമസം മാറിപ്പോയി. ഇതിപ്പോ ഈ വീട്ടിലൊരു ചേച്ചി മാത്രം താമസിച്ചിരുന്നത്. അപ്പൊ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ആന വന്നു കഴിഞ്ഞാൽ ഒരു മാർഗമില്ലാത്ത ഒരു ഇതാ. ഒരു ദിവസം മുറ്റത്തൊക്കെ വരും. മുറ്റത്ത് വന്നിട്ടാണ് തെങ്ങ് മറിച്ച് കളഞ്ഞത് കൊടുത്ത തെങ്ങ്. അപ്പൊ അന്ന് ആ ചേച്ചി പേടിച്ചാകെ ഇതായി, സഹായത്തിന് ഒരാളും എത്തല്ല. പിന്നെ ഇവിടെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ 3-4 ഏക്കർ സ്ഥലങ്ങളുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. അപ്പൊ വീടുകളൊക്കെ താഴ്ത്താണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഓടി ഒന്ന് രക്ഷപ്പെടാനൊരു മാർഗമില്ലാത്ത കാരണം അവര് പറമ്പ് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കാം. ആ വീട്ടിലെ ഇത് പിന്നെ ഇപ്പൊ ഈ പറമ്പ് ഒരണി കാണാം. ഇതിനകത്ത് മുഴുവൻ നിറച്ച് വാഴയായിരുന്നു. ആ വാഴ മൊത്തം ആന കയറി കളഞ്ഞു. അതായത് ഇതിനകത്ത് ഒരു സാധനം അതിനകത്തില്ല. ഇതൊക്കെ മൊത്തം ഇതായിരുന്നു. ഫെൻസിങ് പൊളിച്ചു കളയാണ് ആന. ഫെൻസിങ്ങിന്റെ അടുത്ത് ഇപ്പൊ ഫെൻസിങ് ഫോറസ്റ്റിന്റെ ഫെൻസിങ് അപ്പുറത്തുണ്ട്. പക്ഷെ അത് ചാലല്ല, വർക്കിംഗ് അല്ല. പിന്നെ ആന ചെയ്യുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഹൈറ്റിൽ കമ്പി കെട്ടിയിട്ടുണ്ടല്ലോ, ഈ കമ്പിയിലേക്ക് അടുത്ത മരം മറിച്ചിടുകയാണ്. ഈ പറമ്പ് 1 ഏക്കറോളം ഒരു പറമ്പാണ്. 1 ഏക്കറോളം ഉണ്ട് ആ പറമ്പ്. ആ പറമ്പിനകത്ത് മുഴുവൻ തെങ്ങും തൈ വെച്ചതാണ്. ഇപ്പൊ പുതിയ തെങ്ങും തൈ വെച്ച് വാഴ വെച്ചതാ. വാഴ ആന കയറി കളഞ്ഞപ്പോ അതെല്ലാം പോയി, തെങ്ങും പോയി. ഇനിയിപ്പോ അതിനകത്തൊന്നുമില്ല. അയാള് ഓൾമോസ്റ്റ് കൃഷി തീർന്നു. ഒരുവിധം കൃഷിക്കാരെല്ലാവരും അവസാനിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഴയായാലും കൊലച്ച് പകുതിയാവും വന്ന സമയത്താണ് ഈ ആന വന്ന് കളയുന്നത്. നമുക്കൊരു പ്രതീക്ഷയില്ലാണ്ടാണ് ഒരു രാത്രിക്ക് ഒറ്റ രാത്രി കൊണ്ട് പ്രദേശം മൊത്തം എടുപ്പാക്കുക. ഒരു കൂട്ടം ആനയാണ് പറഞ്ഞത്.